ഇപ്പോഴത്തെ ഈ നീക്കം അതിനുണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്താണെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. അതായത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ, നമ്മൾക്ക് നേരത്തെ കോൺഗ്രസ് കേന്ദ്രങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം കേട്ടതാണ്. അവർ വളരെ ജാഗ്രതയിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. എന്തൊക്കെയാണ് നോക്കാം. അതായത് നായർ ഈഴവ ഐക്യപ്രഖ്യാപനത്തിന് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഏറെയാണ്. അപ്പോൾ അത് ഏതു തരത്തിൽ എന്നുള്ളത് കൂടിയാണ്. അതായത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഏറെ കരുതലിലാണ്. നായർ ഈഴവ ഐക്യത്തിന് രാഷ്ട്രീയ പ്രത്യാഘാത സാധ്യതകൾ ഏറെയുണ്ട്. അതുകൊണ്ട് വളരെ കരുതലിൽ തന്നെ ഈ വിഷയത്തെ അവർ ഏറ്റെടുക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ജാഗ്രതയുള്ള നീക്കം ഉണ്ടാവാം. ഇടത് കേന്ദ്രങ്ങളുടെ പ്രതികരണം വന്നിട്ടില്ല. VD സതീശൻ അല്പസമയത്തുള്ളിൽ മാധ്യമങ്ങളെ കാണുന്നു. വെള്ളാപ്പള്ളി വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു. ഇതിനകം പ്രതികരിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണനാവട്ടെ, K മുരളീധരനാവട്ടെ ഒരു ജാഗ്രത കാട്ടൽ പൊതുവിലുണ്ട്. BJP കേന്ദ്രങ്ങളുടെ പ്രതികരണങ്ങളും അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. അങ്ങനെയെങ്കിൽ ഇതിലോട് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ എങ്ങനെ, കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പ്രത്യാഘാത സാധ്യതകൾ ഏറെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഐക്യനീക്കം പ്രതിഫലിക്കാനുള്ള സാധ്യതയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഐക്യനീക്കത്തിന് പ്രതിഫലന സാധ്യതകൾ നിരവധിയുണ്ട്. അതുകൊണ്ട് അത് പ്രതിഫലിക്കാനുള്ള സാധ്യത നിയമസഭയിൽ ഏറെയുണ്ട്. അതുകൊണ്ട് അത്തരമൊരു സാധ്യത നമുക്ക് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഐക്യനീക്കത്തിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകാം. മറ്റൊന്ന്, ഈ പ്രഖ്യാപനം BJP നേട്ടമാക്കുമോ എന്ന ആശങ്ക പൊതുവിൽ ഇടതുമുന്നണിക്കും UDFനുമുണ്ട് എന്ന സാഹചര്യം കൂടി നമുക്ക് നിരീക്ഷിച്ചു പോകണം. കാരണം ഇത് ഒരു ഹിന്ദു ഐക്യം എന്ന രൂപീകരണ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതിന് പിന്നിൽ ഒരു BJP അജണ്ടയുണ്ടോ എന്ന് സംശയിക്കുന്ന LDF UDF കേന്ദ്രങ്ങൾ കൂടി ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ നേട്ടം ഫലത്തിൽ BJPയിലേക്ക് എത്തുമോ എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഒരു വശത്ത് ഈ ലീഗിനെതിരായ രാഷ്ട്രീയ നീക്കവും മുസ്ലിം ആധിപത്യം സർക്കാരിലുണ്ടാകുന്നു തുടങ്ങിയ ആശങ്കകളൊക്കെ രണ്ട് സമുദായ നേതൃത്വങ്ങളും പങ്കുവയ്ക്കുമ്പോൾ മറുവശത്ത് അത് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണത്തിൽ ഒരുപക്ഷെ ഇടയാക്കിയേക്കാം. മറിച്ച് ഈ മറുവശത്ത് രണ്ട് സമുദായ സംഘടനകളും ചേരുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ പുതിയ സാഹചര്യത്തിൽ BJPക്കാണോ അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ നേട്ടമുണ്ടാക്കുമോ എന്ന് സംശയമുണ്ടാകും. എന്തായാലും ആ ജാഗ്രത പൊതുവിൽ എല്ലാവർക്കുമുണ്ട്. മറ്റൊന്ന്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാ, പുതിയ നീക്കം വീണ്ടും ന്യൂനപക്ഷ ഏകീകരണത്തിന് വഴിവെച്ചേക്കാം എന്ന സാധ്യതയാണ്. കാരണം ന്യൂനപക്ഷ ഏകീകരണം എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല തെരഞ്ഞെടുപ്പുകളിൽ കണ്ടുവരുന്നതാണ്. വെള്ളാപ്പള്ളിയുടെയൊക്കെ പ്രസ്താവന ഒരു പക്ഷേ കേരളത്തിൽ ന്യൂനപക്ഷ ഏകീകരണത്തിന് ആക്കം കൂട്ടിയിരിക്കാം. അപ്പോൾ ഈ നീക്കം വീണ്ടും അതിന് സാധ്യതയുണ്ടാക്കിയേക്കാം, വഴിവെച്ചേക്കാം എന്ന സാഹചര്യം കൂടിയുണ്ട്. മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണം UDFന് അനുകൂലമാകുമോ എന്നൊരു സാധ്യത കൂടിയുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, ഫലത്തിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ UDFന് നേട്ടമായിട്ടുണ്ടോ എന്നൊരു വിലയിരുത്തൽ കൂടി UDF കേന്ദ്രങ്ങൾക്ക് പൊതുവിലുണ്ട്. കാരണം വെള്ളാപ്പള്ളി ഇങ്ങനെ തുടർച്ചയായി വിവാദ പ്രസ്താവനകൾ നടത്തുന്നു, പൊതുവിൽ ലീഗിനെ കടന്നാക്രമിക്കുന്നു എന്ന് തോന്നുന്നു. അവിടെ സംഭവിച്ചത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDFന് അനുകൂലമായി ഉണ്ടായി എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ NSS SNDP ഐക്യം, ഈഴവ നായർ ഐക്യം, അതൊരു പക്ഷേ മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായി അത് UDFന് കൂടുതൽ അനുകൂലമാകുമോ? അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കാം. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ്. അപ്പോൾ ഈ ഐക്യപ്പെടൽ രാഷ്ട്രീയ പ്രത്യാഘാതം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി അതിൻ്റെ പ്രതിഫലനം ഏത് രീതിയിൽ ഉണ്ടാകും അത് കണ്ടറിയണം. പക്ഷേ ഒരേ സമയം എല്ലാവർക്കും ഇതുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം, വീണ്ടും ഹിന്ദു ഐക്യമെന്ന് രണ്ട് സമുദായ സംഘടനകൾ പ്രഖ്യാപനം നടത്തുമ്പോൾ ന്യൂനപക്ഷ ഏകീകരണം തള്ളിക്കളഞ്ഞുകൂടാ. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണം സംഭവിക്കാം. അതങ്ങനെയെങ്കിൽ UDFന് നേട്ടമായി മാറില്ലേ ശ്രീജിത്ത്? സജിത്ത്, ഈ എന്താ പറയുക, ഐക്യപ്പെടൽ എന്നുള്ളത് ഒരു തരത്തിൽ നമ്മൾ വായിച്ചാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ നേതൃത്വങ്ങളിൽ ഈ ഒരു ഐക്യപ്പെടലുണ്ട്. അതായത് ഇടതു മുന്നണിക്ക് അനുകൂലമായ ഒരു ഐക്യപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. LDFന് അനുകൂലമായിരുന്നു വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾ, NSSൻ്റെ നിലപാടുകൾ. പക്ഷേ അത് അണികളിലേക്ക് എത്തിയില്ല. അണികളടക്കം UDFന് വോട്ട് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തവണ വളരെ പ്രധാനപ്പെട്ടതായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഹിന്ദു ഐക്യം എന്നുള്ളതല്ല. അതിന് കുറച്ചുകൂടി ഒരു ഹിന്ദു ഐക്യം എന്ന് പറയുമ്പോൾ ഒരു വർഗീയത മാത്രമായി മാറുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതുകൂടി കരുതിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നായാടി മുതൽ നസ്രാണി വരെ എന്ന മുദ്രാവാക്യവുമായി അവർ രംഗത്തെത്തിയത് എന്നുള്ളതാണ്. അവിടെ ഈ മുസ്ലിം ജനവിഭാഗങ്ങൾ ആധികാരികമായി പല അവകാശങ്ങളും നേടിയെടുക്കുന്നു.
എന്നത്. അത് ഇപ്പോൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ക്രൈസ്തവ സംഘടനകൾക്കും അങ്ങനെ പല പരാതികളും നേരത്തെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അതെല്ലാം അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് UDF അനുകൂലമായൊരു നിലപാടിലേക്ക് ക്രൈസ്തവ സമൂഹം ഏതാണ്ട് നല്ലൊരു ശതമാനവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്തിയത്. അപ്പോൾ മറ്റൊന്നുള്ളത്, ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശനേക്കാൾ ഏറ്റവും ശക്തമായി ഹിന്ദു ഐക്യത്തിന് വേണ്ടി വാദിച്ചിരുന്ന ആൾ അത് G. സുകുമാരൻ നായരാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി ഭരണകാലത്തൊക്കെ നമുക്കറിയാം 5ാം മന്ത്രി വിവാദവുമായി ബന്ധപ്പെട്ട് ഉയരുകയും പിന്നീട് നടത്തിയ NSS നടത്തിയ നീക്കങ്ങൾ, താക്കോൽ സ്ഥാനത്ത് ഒരു നായർ വേണമെന്നുള്ള നിലപാട്, ഇതെല്ലാം സംഭവിച്ചുകൊണ്ട് അന്നൊരു വലിയ ധ്രുവീകരണത്തിന് ഒരുപക്ഷെ വെള്ളാപ്പള്ളിയേക്കാൾ അതിശക്തമായ നിലപാടെടുത്ത ആളാണ് G. സുകുമാരൻ നായർ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേവലം അതൊരു ഈ ഹൈന്ദവ ഐക്യം എന്നുള്ളതല്ല, അതിനും അപ്പുറത്തേക്ക് നസ്രാണിയെ കൂടി ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. പക്ഷേ അവർ ക്രൈസ്തവ സമൂഹം അങ്ങനെ ഒരു നിലപാടെടുക്കാൻ നിലവിൽ എന്തായാലും ഒരു സാധ്യതയുമില്ല. ഈ ഒരു ഐക്യത്തിലൂടെ, ഈ ഒരു ഇപ്പോൾ വെള്ളാപ്പള്ളി അല്ലെങ്കിൽ NSS SNDP ഐക്യത്തിലൂടെ ഫലത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് ഒരു പരിധിവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ UDF അനുകൂലമായാണ് ഈ ഇവിടുത്തെ ഹൈന്ദവ വിഭാഗങ്ങളിൽ കാര്യമായ വോട്ട് പോയത്. അതൊന്ന് പിടിച്ചു നിർത്താൻ ആകുക എങ്കിൽ തന്നെ ഇവിടെ ഭരണം, ഇപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ അതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അതിനും അപ്പുറത്തേക്ക് അത്രത്തോളം ഹൈന്ദവ വോട്ടുകൾ, ഈ NSS SNDP വോട്ടുകളൊക്കെ UDFിലേക്ക് പോകാതിരുന്നാൽ തന്നെ ഇവിടെ മറ്റൊരു രാഷ്ട്രീയ ഫലമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ പുതിയ രാഷ്ട്രീയ നീക്കത്തിന് അല്പം വെല്ലുവിളി UDFിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എങ്ങനെയാണ് UDF ആ പ്രശ്നം, അതിന് സജിത്ത് ഇതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഇപ്പം പെട്ടെന്ന് NSS പെട്ടെന്നൊരു നിലപാടെടുത്ത് സംസ്ഥാന സർക്കാരിന് അനുകൂലമായ നിലപാടെടുത്തതല്ല. അതിനപ്പുറം അന്ന് ആദ്യം കൊടുത്ത G. സുകുമാരൻ നായർ കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കോൺഗ്രസിന് ന്യൂനപക്ഷ വോട്ടുകൾ മതിയല്ലോ എന്നുള്ളതാണ്. അതായത് വെള്ളാപ്പള്ളി അഭിപ്രായം പറയുന്നതിന് മുൻപ് തന്നെ ഇങ്ങൊരു അഭിമുഖത്തിൽ G. സുകുമാരൻ നായർ നിലപാടെടുത്തതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി പോലുള്ള പല നേതാക്കളും ഈ ന്യൂനപക്ഷ സമുദായ നേതാക്കളുടെ പിന്നാലെ നടക്കുന്നുണ്ട്, പലയിടത്തും കാര്യമായി പോകുന്നുണ്ട്. അവിടെ NSSലേക്ക് ഇതുവരെ അങ്ങനെ ഒരു സന്ദർശനം പോലും ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള പല കാരണങ്ങളുമുണ്ട്. രാഷ്ട്രീയമായി ഇതിനപ്പുറത്തേക്ക് ഒരുപാട് പല ഘടകങ്ങളുണ്ട്. പക്ഷേ നേരത്തെ തന്നെ ഇങ്ങനൊരു ചിന്ത ഒരു മനസ്സിൽ, അതായത് കോൺഗ്രസുമായ ഒരു അകലം G. സുകുമാരൻ നായർക്ക് ഉണ്ടായതിന് പിന്നിൽ വളരെ ചേർന്ന് പോയിരുന്നവരാണ് ഇവർ രണ്ടുപേരും. അത് ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി അത് വരുന്നുണ്ട്. ഫലത്തിൽ ഈ VD സതീശനോടുള്ള സാമുദായിക സംഘടനകളോട് VD സതീശൻ പലപ്പോഴും ഒരു അകലം കാട്ടിയിരുന്നു. ആരുടെയും തിണ്ണനിറങ്ങാൻ പോകില്ല എന്നൊക്കെ മുൻപ് പറഞ്ഞിരുന്ന നിലപാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ NSSന് VD സതീശനോടും ഒരു അകലമുണ്ട്. ഫലത്തിൽ ആ ചില കാരണങ്ങൾ കൂടി ഇപ്പോൾ വെള്ളാപ്പള്ളി ഉപയോഗിച്ചപ്പോൾ അതിനും ഒപ്പം കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് ഇതെങ്ങനെ ഈ പ്രശ്നത്തെ നേരിടും എന്നതൊക്കെ അനുസരിച്ചായിരിക്കും ഇതിനൊരു ആത്യന്തികമായ ഫലം എന്തെന്ന് അറിയാൻ സാധിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഫലത്തിൽ ഇവർ പ്രചരിപ്പിക്കുന്നത് പോലെ, ഇപ്പോൾ CPM പ്രചരിപ്പിക്കുന്ന പോലെ, AK ബാലനൊക്കെ പറയുന്നത് പോലെ ഇനിയൊരു UDF ഭരണം വന്നാൽ ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ KM ഷാജിയുടെ പല പ്രസംഗങ്ങളും മുസ്ലിങ്ങൾക്ക് വേണ്ടി ഭരണം പിടിക്കണം, അതായത് അവർക്ക് നഷ്ടപ്പെട്ട ഇത്ര വർഷമുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുള്ള ചില പ്രസംഗങ്ങൾ വിവാദമായതുണ്ടല്ലോ. ഇതെല്ലാം ഫലത്തിൽ ഇപ്പോൾ കാര്യമായ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിച്ചുകൊണ്ടാണ് CPM അടക്കം വലിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നീക്കത്തിന് ഒരു പരിധിവരെ ഒരു സഹായകമാകുന്നതാണ് ഈ ഇവരുടെ ഇടയിൽ ഒരു രൂപപ്പെടുന്ന ഒരു ഐക്യം എന്നുള്ളതാണ് ഇതിൽ എടുത്തു കാണേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സംസ്ഥാനത്തെ ഫലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ NSS ഈ ഒരു നിലപാടെടുത്തത് UDFന് ചെറുതല്ലാത്ത രീതിയിൽ ഒരല്പം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതിനെ എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. സജിത്ത്. യെസ്, എന്തായാലും ശ്രീജിത്ത് സൂചിപ്പിച്ചതാണ് രാഷ്ട്രീയം. കാരണം ആ രാഷ്ട്രീയം നോക്കിക്കാണുകയാണ്. ഈ ഐക്യപ്പെടൽ ആർക്ക് ഗുണം ആർക്ക് ദോഷമെന്ന് വിലയിരുത്താൻ സമയമായിട്ടില്ല, അല്പം കൂടെ കാത്തിരിക്കേണ്ടി വരും. ശ്രീജിത്താണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ രാഷ്ട്രീയം പറയുക അങ്ങനെയാണ്. പക്ഷേ ഒരുപക്ഷെ ഒരു കൃത്യമായ ഒരു മുന്നണിയെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യം, ഒരു പുറമേക്ക് കാണിക്കാത്തൊരു ലക്ഷ്യം ഈ കൂട്ടായ്മയ്ക്കുണ്ടെങ്കിലും
അത് ആർക്ക് ഗുണപ്പെടുമെന്ന് നമുക്ക് വിലയിരുത്താനുള്ള ഘട്ടമായിട്ടില്ല. കാരണം എല്ലാ കൂട്ടായ്മകൾക്കും എപ്പോഴും ഒരു പ്രത്യാഘാത സാധ്യതയുമുണ്ട്, മറുവശം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആർക്ക് ഗുണപ്പെടുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു, ഇനിയുള്ള നീക്കം കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം അത് ഏതെങ്കിലും മുന്നണിയെ തുണയ്ക്കുമോ, അതല്ലെങ്കിൽ ഈ നേതാക്കളുടെ ഐക്യപ്പെടൽ ഒരു സമുദായത്തിൻ്റെ മൊത്തത്തിലുള്ള ഐക്യപ്പെടലായി മാറുമോ എന്നതൊക്കെ നമുക്ക് കണ്ടിരിക്കേണ്ടി വരും. കാരണം ചരിത്രം പറയുന്നത് അങ്ങനെയാണ്. എന്താണ് ഈ ചരിത്രം എന്നതുകൂടി നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ 2012 ഇത്തരമൊരു ഐക്യശ്രമം കാര്യമായി തന്നെ സംഭവിച്ചു എന്നതാണ് നമുക്ക് മുന്നിലുള്ള ചരിത്രം. എന്തായിരുന്നു 2012? അന്ന് വെള്ളാപ്പള്ളി നടേശനും ഒപ്പം PK നാരായണ പണിക്കരുമാണ് ഐക്യശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതായത് 2011 UDF സർക്കാരിൽ മുസ്ലിം പ്രാതിനിധ്യം ഏറെ വർദ്ധിക്കുന്നു എന്ന ആശങ്കയിലാണ് ഈ ഒരു ഐക്യശ്രമം ആദ്യമുണ്ടാവുന്നത്. അന്ന് ഇത്തരമൊരു നീക്കമുണ്ടാവുന്നത് 2011 ആ UDF സർക്കാരിൽ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ആ UDF സർക്കാരിൽ മുസ്ലിം ലീഗിന് അമിത പ്രാതിനിധ്യം കിട്ടുന്നു. സർക്കാരിൻ്റെ തന്ത്രപ്രധാനമായ പല റോഡുകളിലും ആ തരത്തിൽ പ്രാതിനിധ്യം കിട്ടുന്നത് ഹിന്ദു സമുദായത്തെ ഒഴിവാക്കപ്പെടുന്നു. ഇതാണ് അന്ന് ഈ രണ്ട് നേതാക്കൾക്കുമുണ്ടായ ആശങ്ക. അങ്ങനെയാണ് ഈ ഐക്യപ്പെടൽ നീക്കം 2012 ഒരു ഇടവേളയ്ക്ക് ശേഷം, അതിനു മുമ്പ് ഒരു ചരിത്രമുണ്ട് ഈ ഐക്യപ്പെടലിൽ, നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ 2012 എന്തായാലും ഐക്യശ്രമങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെയാണ് എന്നതാണ് സാഹചര്യം. അന്ന് ഈ നീക്കത്തിന് മറ്റ് ചില രാഷ്ട്രീയം കൂടി ഉണ്ടായിരുന്നു. BJPയുടെ കേന്ദ്ര നേതൃത്വമടക്കം ഈ നീക്കത്തിന് അന്ന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നതുകൂടി ഓർത്തെടുക്കുക. BJPയുടെ കേന്ദ്ര നേതൃത്വമടക്കം ഈ നീക്കത്തിന് അന്ന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അതായത് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഐക്യപ്രഖ്യാപനത്തെ ഒരു ഹിന്ദു ഐക്യമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഒരു ഹിന്ദു ഐക്യമാണ് യഥാർത്ഥത്തിൽ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലൊരു നീക്കമുണ്ടാവുന്നു. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഹിന്ദു ഐക്യമെന്ന പ്രഖ്യാപനമാണ് അന്ന് ഉണ്ടാവുന്നത്. ഇതാണ് 2012 ഒരു ഐക്യപ്രഖ്യാപനം. മറ്റൊന്ന് വെള്ളാപ്പള്ളി നടേശനും നാരായണ പണിക്കറും ചേർന്ന് ആ പ്രഖ്യാപനം നടത്തിയെന്നതാണ്. അന്ന് നമ്മൾ കണ്ടതാണ് ഇരുവരും ചേർന്ന് നടത്തിയ ഐക്യപ്രഖ്യാപനം. ഹിന്ദു വിഭാഗത്തിലെ ഏറ്റവും പ്രബല ജാതി വിഭാഗങ്ങളാണ് ഇരുവരും എന്ന പ്രത്യേകതയുമുണ്ട്. കാരണം ഇരുവരും ചേർന്ന് നടത്തുന്ന ആ ഒരു പ്രഖ്യാപനത്തിന് ആ ഒരു പ്രാധാന്യം കൂടി അന്ന് കൈവന്നിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചത് എന്താണ്? സംവരണ വിഷയത്തെ ചൊല്ലി ഈ ഐക്യശ്രമം പിന്നീട് പിരിയുന്നു എന്നതാണ് നമ്മൾ കണ്ടത്. അതായത് വലിയ വാദങ്ങൾ ഉന്നയിച്ച് ഹിന്ദു ഐക്യം പുതിയ കാലത്തിൻ്റെ ആവശ്യമെന്ന് അവകാശവാദം ഉന്നയിച്ചു വന്ന ഈ ഐക്യശ്രമങ്ങൾ സംവരണ വിഷയത്തെ ചൊല്ലി തല്ലിപ്പിരിഞ്ഞു എന്നതാണ് പിന്നീട് കണ്ടത്. കാരണം ഇങ്ങനെ തല്ലിപ്പിരിയുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. അത് നമുക്ക് ഇരു സമുദായങ്ങളുടെയും നിലനിൽപ്പും അവരുടെ പരമ്പരാഗത വാദങ്ങൾ കൂടി ഇങ്ങനെ ഈ ഐക്യം മുന്നോട്ട് പോകാത്തതിന് അന്നൊരു കാരണമായി മാറിയിട്ടുണ്ട്. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ കുറ്റപ്പെടുന്നത് അന്ന് ഈ ശ്രമങ്ങളെ പൊളിച്ചത് UDF നേതൃത്വമാണ് എന്ന കാര്യം കൂടി അദ്ദേഹം ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. അതായത് മുമ്പ് 2012 നായർ ഈഴവ ഐക്യശ്രമത്തെ പൊളിച്ചത് അന്ന് UDF നേതൃത്വമാണ് എന്ന ആക്ഷേപം കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.